പ്പെടുത്തേണ്ടത് എന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യത്തിന്റെ മറുപടിയിൽ തന്നെ ആദ്യം തന്നെ വലിയൊരു അബദ്ധമായിട്ടാണ് മറുപടി കേട്ടത്. ഒന്നാമത്തത് ചോദ്യത്തിൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അവിടെ ജാറം തന്നെ ഇല്ല. മൗലവി ഇക്കാലത്തുള്ള അത്യാധുനിക സൗകര്യങ്ങൾ നെറ്റിലൂടെയും മറ്റിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ വിജനമായ നമ്മുടെ പള്ളിപ്പറമ്പിലൊക്കെ നടക്കുന്ന ഖബർ സ്ഥാനം പോലെയാണോ, അതല്ല അവിടെ ജാറമുണ്ടോ? മൗലവി സാഹിബ് മറുപടി പറയുക. അതോടുകൂടെ ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി നേരത്തെ ചോദ്യം ആവർത്തിക്കുകയാണ്. ആ ചോദ്യത്തിൽ മൗലവി പറഞ്ഞ മറുപടി ഒരിക്കലും എനിക്ക് തൃപ്തികരമായിട്ടില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ ചെന്ന് മുത്തുനബി ഉത്തരം നൽകും, സഹായം നൽകും എന്ന നിലക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് അങ്ങനെ ഉദ്ദേശ നീയത്തോടു കൂടെ പാടില്ല എന്നാണ് മൗലവിയുടെ ആകത്തുക മറുപടി എനിക്ക് ലഭിച്ചത്. എന്നാൽ ഞാൻ മൗലവിയോട് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ മഹാനായിരിക്കുന്ന അബൂ യഅല റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും, വളരെ ദൈർഘ്യമുള്ള ഹദീസാണ്, വേണ്ടി വന്നാൽ നമുക്ക് വായിക്കാം. അതിന്റെ അവസാനം പറയുന്നു, ലഇൻ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ശിർക്കിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ലഇൻ ഖാമ അലാ ഖബരി, അങ്ങനെ എന്റെ ഖബറുകൾ വന്ന് എന്നോട് ചോദിക്കുകയും ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. ഫഖാല യാ മുഹമ്മദ്, നബി തങ്ങൾ പറയാണ് ലഉജീബന്നഹു, അവിടെ ലാമും തഅക്കീദിന്റെ ലാമാണ്, അവസാനത്തെ തഅക്കീദിന്റെ നൂനും അവിടെ ഉണ്ട്. ലഉജീബന്നഹു, തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഹദീസിൽ നബി തങ്ങളുടെ ജാറത്തുകൾ വരുമെന്നും, നബിതങ്ങൾ തന്നെ പറയുകയാണ് ഈസാ നബിന്റെ ജാറത്തുകൾ വരുമെന്നും എന്നോട് ചോദിക്കുമെന്നും ഞാൻ ഉത്തരം നൽകുമെന്നും. വഫാത്തിന് ശേഷം ഈ ഹദീസിനെ കുറിച്ച് എന്താണ് മൗലവി സാഹിബിന് പറയാനുള്ളത്? നല്ല ചോദ്യം. ഇമാം അബൂ യഅല തന്റെ മുസ്നദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ഹാക്കിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ ഇമാം ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. അപ്പൊ ഏതായിരുന്നാലും ജാറം ഉണ്ട്, അത് നെറ്റിലൊക്കെ പോയാൽ കാണും, നെറ്റിൽ കാണും, പക്ഷെ മദീനത്ത് കാണൂല. നെറ്റിൽ കാണും ജാറം, മദീനയിൽ പോയാൽ അങ്ങനെ ജാറം കാണുകയില്ല. കാരണം പ്രവാചകരുടെ ഖബർ അങ്ങനെ ജാറമായി മാറിയിട്ടില്ല. അത് ഖബർസ്ഥാനാണ്, ഖബർസ്ഥാനിലല്ല അല്ലാഹു റസൂൽ മറവ് ചെയ്തത്. ഏത് അമ്പിയാക്കളും എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറമാടപ്പെടേണ്ടത് എന്നത് പൊതു നിയമമാണ്. പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ചർച്ചയുണ്ടായി, പ്രവാചകനെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്. ചിലർ പറഞ്ഞു ബഖീഇലേക്ക് കൊണ്ടുപോകാം, ചിലര് പറഞ്ഞു നമുക്ക് മക്കയിലേക്ക് കൊണ്ടുപോകാം, ചിലര് പറഞ്ഞു ഇവിടെ ആ മിഹ്റാബിന്റെ ഭാഗത്ത് മറവ് ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് നബിയും എവിടെ വെച്ച് വഫാത്തായോ അവിടെയാണ് മറമാടേണ്ടത്. അതോട് പരിഹാരമായി അങ്ങനെ എവിടെ വെച്ച് വഫാത്തായോ അവിടെ മറമാടപ്പെട്ടു. ആ ഖബർ എങ്ങനെയാണ് ആ ഖബർ അവർ ഉണ്ടാക്കിയത്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ ബിബിയുടെ റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, യാ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഖബരി സ്വഹിബൈഹി. ഉമ്മ അഥവാ ഈ ഖാസിം എന്നവരുടെ അമ്മായി കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, എനിക്ക് പ്രവാചകരുടെയും രണ്ട് കൂട്ടുകാരുടെയും ഖബർ നിങ്ങൾ കാണിച്ചു തരുമോ ഉമ്മ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറും രണ്ട് കൂട്ടുകാരുടെ ഖബറും നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ എന്ന് ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ മകന്റെ മകൻ ഖാസിം എന്നവർ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലായി?
അവിടെ 5 വക്തും സിയാറത്ത് ഒരു വണ്ടി ഇങ്ങനെ വന്ന് അവിടെ ഇറങ്ങി ദുആഇന് പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഖബർ കാണിച്ചു ചോദിക്കുന്ന ആവശ്യം തന്നെ ഇല്ല. മാത്രമല്ല ഈ ചോദിക്കുന്ന 3 ഖബറിൽ ഒന്ന് തന്റെ വല്ലിപ്പാന്റെ ഖബറാണ്. കൂട്ടുകാരുടെ ഖബറിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖാണല്ലോ, അത് ഈ ചോദിക്കുന്ന ആളുടെ വല്ലിപ്പയാണ്. അങ്ങനെ ഫകശഫത് ലി അൻ 3 ഖുബൂർ, 3 ഖബറുകൾ അവർ എനിക്ക് കാണിച്ചു തന്നു. ലാ ലാത്തിആ വലാ മുസ്ലിഫ, അത് ഉയർത്തപ്പെട്ടതല്ല, അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതുമല്ല. റിപ്പോർട്ടിൽ മിൻ ശിബ്ർ, ഒരു ചാണോളം ഉയർത്തപ്പെട്ടതായി ഞാൻ അത് കണ്ടു. ഒരു ചാണോളം. ശരി, അദ്ദേഹം കേട്ടോട്ടെ, മുസ്ലിം കേട്ടോട്ടെ, അദ്ദേഹം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങാറക്കല്ലേ, കുറച്ച് ബാക്കിൽ ഇരുന്നാൽ ഈ ശല്യം ഉണ്ടാവില്ല. ഈ ഒപ്പം ഇരുന്നുള്ള പ്രശ്നം അതാണ്. ശിർക്കും ഇരുട്ടും എപ്പോഴും ഒന്നിച്ച് വരും. കുറച്ച് പിന്നിക്കാണ്ടിരുന്നാൽ അത് നല്ലത്. അപ്പൊ ആ ഖബർ ഉയർത്തപ്പെട്ടതല്ല, അത് നിരപ്പായി കിടക്കുന്നതുമല്ല. പിന്നെയോ മിൻ ശിബ്ർ, ഒരു ചാണോളം ഉയർന്നതായി ഞാനത് കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരു ചാണോളമാണ് ഉയർന്നത്. അതിനല്ലല്ലോ നമ്മുടെ നാട്ടിൽ ചാണെന്ന് പറയാം. സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ഉമർ ഫാറൂഖിന്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അതും ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. പിന്നീട് അവിടെ ആ ഖബറിലേക്ക് ആർക്കും കയറാൻ കഴിയാത്ത വിധം അത് ഭദ്രമായി അടക്കപ്പെട്ടു. പിന്നെ ആ ഖബർ കണ്ടത് ഹിജ്റ 10-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ പ്രസവമാക്കപ്പെട്ട മയ്യത്ത് കവർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഷിയാക്കളായ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ. അത് സംരക്ഷിക്കാൻ വേണ്ടി വളരെ ആഴത്തിലേക്ക് അവിടെ കുഴിച്ച് അവിടെ ഭദ്രമായ ഒരു തടസ്സം, ഒരു മറയുണ്ടാക്കി, ചുമരുണ്ടാക്കി, ഒരിക്കലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു. അന്ന് ആ ചുമരുകൾക്ക് വാതിൽ വെച്ചിട്ടില്ല, ഉള്ളിലേക്ക് കയറാൻ ഒരു വഴിയുമില്ല. ആ നിലക്ക് നടക്കപ്പെട്ടു. പിന്നീട് വന്നവരാരും ആ ഖബറുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം അസ്ഖലാനിയൊക്കെ ഈ 3 ഖബറുകൾ ഏത് ഡയറക്ഷനിലാണ് എന്നത് ചില സാങ്കല്പിക ചിത്രങ്ങൾ ഹദീസുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വരച്ചു കാണിക്കുന്നു. ഒന്നുകിൽ നബിയുടെ ഖബർ ഒരു ഭാഗത്ത്, നബിയുടെ ചുമതിന്റെ ഭാഗത്തുനിന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ, സിദ്ദീഖുൽ അക്ബറിന്റെ ചുമതിന്റെ ഭാഗത്തുനിന്ന് ഉമർ ഖത്താബിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ ഒരേ ലെവലിലേക്ക് ഈ 3 ഖബറുകൾ ഇറങ്ങി കിടക്കുന്നു. അല്ലെങ്കിൽ അപ്പുറപ്പുറമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പിന്നെ ശല്യപ്പെടുത്തല്ലേ, അയാൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കാണ്. ഇങ്ങനെ 3 ഖബറുകൾ ഏത് രൂപത്തിലാണ് 3ഉം പരസ്പരം ഉള്ളത് എന്നതിന് ഫത്ഹുൽ ബാരിയിലൊക്കെ ചില ഫയൽ ചിത്രം വരച്ചിട്ട് ലൈന് വരച്ച് ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഒന്ന് പോയി നോക്കിയാ പോലെ, അതിനുള്ളിൽ കയറി നോക്കിയാ പോലെ. ഉള്ളിൽ കയറാൻ പറ്റാത്ത വിധം വാതിലുകൾ പോലും ഇല്ലാതെയാണ് അത് സംരക്ഷിച്ചത്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയിൽ തീപിടുത്തമുണ്ടായി. മദീന പള്ളിയുടെ മഹാഭൂരിപക്ഷ ഭാഗവും അതിൽ നശിച്ചു. അന്ന് ബാക്കിയുള്ള ഭാഗം കൂടി പൊളിച്ചു മാറ്റി അത് ഒന്നാമത് പുതുക്കി പണിയേണ്ടി വന്നു. അന്ന് പിന്നെ ആ ഖബർ കാണാൻ ആളുകൾക്ക് അവസരമുണ്ടായി. അന്ന് ആ ഖബർ കണ്ട ആളാണ് അല്ലാമ അസ്സുംഹൂദി റഹിമഹുല്ലാഹ്. അദ്ദേഹം മദീന ചരിത്ര കിതാബ് എഴുതി വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പേരിൽ 4 വാള്യങ്ങളായി ഗ്രന്ഥം എഴുതി. അതിൽ അദ്ദേഹം 2-ാം വാള്യത്തിൽ ഈ മദീന പള്ളിയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രവാചക ഖബറിന് മീതെ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട കുബ്ബയെ പറ്റി വിവരിക്കുന്ന അധ്യായത്തിൽ അൽ ഖുബ്ബത്തു സർഖാ, നീല കുബ്ബ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം ഈ ചരിത്രം വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കും ക്ഷണം കിട്ടി അന്ന് ആ ഖബർ കാണാൻ. ഞാനും അവിടെ ചെന്നു. ആ ഖബർ ഞാൻ ചെന്നു, അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആ റൂം നിരപ്പായ റൂമായി കണ്ടു. വലം അറ ലിൽ ഖുബൂരി ശരീഫത്തി അസറ, ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ അവിടെ കണ്ടില്ല. ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ കണ്ടില്ല. ഇല്ല അന്ന ഫീ മൗദിഇ വസ്തിഹാ ഇർതിഫാഉൻ യസീർ, അതിന്റെ ആ റൂമിന്റെ മധ്യഭാഗത്ത് ഒരൽപ്പം ചെറിയ ഉയർച്ച ഇങ്ങനെ മണ്ണിൽ കാണുന്നുണ്ട്. തവഹമു അന്നഹു ഖബറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് നബിയുടെ ഖബറിന്റെ ഭാഗമാണ്. പക്ഷേ ജഹ്ലം മിൻഹും, അവർ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്. ഹദീസ് പ്രകാരം നോക്കിയാൽ റൂമിന്റെ ആ ഭാഗത്ത് നബിയുടെ ഖബർ വരാൻ ഒരു വകുപ്പുമില്ല. അപ്പൊ ഇതാണ് പ്രവാചകന്റെ ഖബർ.
ഇനി അതിന് ജാറെന്ന് പറയോ, നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. ഇനിയിപ്പൊ അടുത്തതായിരിക്കും, റൂമിന് ഉള്ളിലല്ലേ അതിനല്ലേ ജാറം എന്ന് വേണമെങ്കിൽ ന്യായം പറയാം. അത് മുസ്ലിയാക്കന്മാര് പറഞ്ഞോട്ട് നിർവഹമില്ല. അപ്പൊ